ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വോൾക്കാനോ ഉണ്ടാക്കണം. വോൾക്കാനോ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ സ്ട്രക്ചറാണ് ഞാനിന്ന് ഉണ്ടാക്കണം. നമ്മൾ യൂസ് ചെയ്യണ ഇവിടുത്തെ മണ്ണ് തന്നെ. ഇവിടുത്തെ മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ആ പർവ്വതം ഉണ്ടാക്കണം. അതിനുശേഷം ഞാൻ ഒരു കെമിക്കൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ അകത്ത് ഒഴിച്ച് അതിൻ്റെ ബാക്കി സ്ഫോടനവും പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെങ്കിൽ അവസാനം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മൾ വോൾക്കാനോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഈ സ്ഥലത്ത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊക്കത്തിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ഈ സാധനം താത്തി വെക്കുക, എന്നിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് മണ്ണിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മലയുടെ പകുതി കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പം ഇനി എന്താ ചെയ്യാനുള്ളത്, നമ്മുടെ ലാവയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ അതെടുത്ത് ഇതിൻ്റെ പൊക്കത്ത് വെക്കണം. പിന്നെ ബാക്കി കൂടെ വെച്ച് അതുകൂടെ കവർ ചെയ്യണം. അപ്പോൾ അത്രയാണ്. അപ്പോൾ നമുക്ക് ലാവയായിട്ട് ഞാൻ യൂസ് ചെയ്ത സാധനം ഇതാണ്. ഇതൊരു കെമിക്കലാണ്. ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ സാധനം ഇവിടെ വെച്ച് ഇതിന് ബാക്കി കൂടെ കവർ ചെയ്യണ പ്രോസസ്സ് കൂടെ ഉള്ളൂ ബാക്കി. അപ്പോൾ അത്രയും ഞാൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ കെമിക്കൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. കെമിക്കൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട 3 സാധനമാണ്. ഒന്ന് പഞ്ചസാര മിക്സ് നല്ലപോലെ പൊടിച്ചെടുത്തതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പൊട്ടാസ്യം നൈട്രേറ്റ്. പിന്നെ വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ആദ്യമേ ഈ പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചസാരയും കൂടെ നമുക്ക് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒരു കണക്കുണ്ട്. അതായത് 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വേണം എടുക്കാനായിട്ട്. അതായത് 3 കപ്പ് പൊട്ടാസ്യം നൈട്രേറ്റും 2 കപ്പ് പഞ്ചസാരയും. അപ്പോൾ ആദ്യമേ നമുക്ക് പഞ്ചസാര എടുത്ത് കപ്പിലോട്ടാക്കാം. അപ്പോൾ ഈ ചെറിയൊരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കപ്പ് പൊട്ടാസ്യം നൈട്രേറ്റാണ് എടുക്കുന്നത്. ക്വാണ്ടിറ്റി കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ 1 കപ്പ് പഞ്ചസാരയും കൂടി എടുക്കുകയാണ്. അതുപോലെ തന്നെ 1.5 കപ്പ് പൊട്ടാസ്യം നൈട്രേറ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം. അതായത് ഇതിൻ്റെ അടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. എന്നിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 10 മിനിറ്റോളം തിളപ്പിക്കണം. അപ്പോൾ നമുക്കത് പോയി ചെയ്യാം. ഒരു പാത്രം വെച്ച് അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി മൊത്തമായിട്ട് ഇടുകയാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണ്ട ഒരു 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. നല്ലപോലെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വേണം. ഒരു 10 മിനിറ്റ് ചൂടാക്കണം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട്. ഇത് ശരിക്കും വെള്ളത്തിൽ മൊത്തമായിട്ട് തലിഞ്ഞ് അവസാനം ലിക്വിഡ് മാത്രമായിട്ട് മാറും. ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ബ്രൗണിഷ് കളറാവും. അപ്പോഴത്തേക്ക് നമ്മൾ ഇറക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വോൾക്കാന റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഞാനൊരു കമ്പിത്തിരി കൊടുത്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ തീ കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത്രയാണ് സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഞാൻ കത്തിക്കാൻ പോവാണ്. വേഗം ചെയ്യണം, കാരണം മഴക്കാർ നല്ലപോലെ വന്നിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും മഴ പെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തീ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് മഴ പെയ്ത് കുതിർന്നിരിക്കണം. എന്തായാലും ഞാൻ കത്തിച്ച് നോക്കിയാണ് സംഭവം എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു കമ്പിത്തിരിയിൽ തീ കൊടുത്തിട്ട് നമുക്ക് അതിൽ അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ അഗ്നിപർവ്വതത്തിൻ്റെ പുക ഏകദേശം ഈ പറമ്പ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പുകയാണ് ഇത് വരുന്നത്. ഗൈസ് ഇതുവരെ ഇതിൽ തീർന്നിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെറിയ വോൾക്കാനോയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നല്ല മഴയായിരുന്നു ഈ സമയത്ത്, അത് കാരണം കുറേ പാടുപെട്ട് ഇതെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.